എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷൻ അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റ് അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണി വരെ മാത്രമേ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷ ഇപ്പോൾ തന്നെ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് vhscap.kerala.gov.in എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റ് വഴി ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുക. വേക്കൻസി ലിസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ വേക്കൻസി ലിസ്റ്റ് എന്നുള്ളതിൽ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ജില്ലകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് 2 ജില്ലകളിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 2 ജില്ല സെലക്ട് ചെയ്ത് ആദ്യം ഒരു ജില്ല സെലക്ട് ചെയ്യുകയും അതിനുശേഷം ഇവിടെയുള്ള നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്ന സ്കൂളുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി സ്കൂളിൻ്റെ കോഡ് ഒരു പേപ്പറിൽ കറക്റ്റായിട്ട് എഴുതി വെക്കുക. അതുപോലെ തന്നെ സ്കൂളിൻ്റെ പേരും കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലേക്ക് കൂടി അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് ഗെറ്റ് ഡാറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്കാണോ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നത് ആ ഒരു ജില്ലയിലെ സ്കൂളുകളുടെ കോഡുകൾ നിങ്ങൾ കറക്റ്റായിട്ട് സ്കൂളിൻ്റെ കോഡും പേരും ഒരു പേപ്പറിൽ കറക്റ്റായിട്ട് എഴുതി വെക്കുക. നേരത്തെയുള്ള ആ ഒരു പേപ്പറിൽ തന്നെ എഴുതി വെക്കുക. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ അപേക്ഷിക്കാം എന്ന് സംബന്ധിച്ചുള്ള അഡ്മിഷൻ മാനുവൽ ഇവിടെ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് വായിച്ച് നോക്കുക. അപ്പോൾ ഇതിൽ എങ്ങനെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകാം എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഇവിടെയുള്ള രജിസ്റ്റർ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഈ ഒരു അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ യെസ് എന്ന് കൊടുത്തിട്ട് അടുത്ത പേജിലേക്ക് പോവുക. അടുത്ത പേജിൽ പോകുന്ന സമയത്ത് നിങ്ങളോട് പറയുന്നുണ്ട് ഒന്നുകിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറോ നിങ്ങളുടെ പാരൻറ്റിൻ്റെ മൊബൈൽ നമ്പറോ ഉണ്ടായിരിക്കണം. അതായത് ആരുടെയെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും നമ്പർ ആയാൽ മതിയാകും. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസും അതായത് അഡ്രസ് ഡീറ്റെയിൽസും നിങ്ങളുടെ ഈ ഒരു SSLCയുടെ മാർക്ക് ഡീറ്റെയിൽസും നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് താല്പര്യമുള്ള നേരത്തെ ലിസ്റ്റ് തയ്യാറാക്കിയ പ്രകാരമുള്ള ആ ഒരു ഓപ്ഷൻസ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന 5ാമത്തെ സ്റ്റെപ്പിലാണ് ആ ഒരു ഓപ്ഷൻ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓപ്ഷൻ എത്രാമതായിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്, ഫസ്റ്റ് ആണോ ലാസ്റ്റ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനത്താണോ എന്നുള്ളത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ സ്കൂൾ കറക്റ്റായിട്ട് ഇവിടെ നിന്നും സെലക്ട് ചെയ്തിട്ട് നേരത്തെ നിങ്ങളോട് സ്കൂളിലെ കോഡ് കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കാൻ പറയാൻ കാരണം ഇതിൽ നിന്നും നിങ്ങൾക്ക് സ്കൂളിൻ്റെ പേരുണ്ടാവും, എന്നാൽ കോഡ് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും കോഴ്സും കറക്റ്റായിട്ട് മനസ്സിലാക്കി അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ഒരു സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും അതേ സ്കൂളിൽ തന്നെ കൊടുത്ത് നിങ്ങൾക്ക് അടുത്ത കോഴ്സിലേക്ക് ഓപ്ഷൻ വെക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ സ്കൂളുകളിലേക്കും ഓപ്ഷൻ വെച്ച് ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആഡ് ചെയ്യുന്ന എല്ലാ ഓപ്ഷനും താഴെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ നേരെയായിട്ട് ഒരു ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ആവശ്യമെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അതിനാലാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. അതിനുശേഷം ഇവിടെയുള്ള ഈ ഒരു 2 ക്ലിക്ക് ചെയ്യാനുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതുപോലെ വീണ്ടും മൊബൈൽ നമ്പർ ഒരു തവണ കൂടി കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ്, അതുപോലെ വീണ്ടും ഒരു പാസ്വേഡ് കൊടുക്കുക. ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ പേര് അമൽ എന്നാണെങ്കിൽ ഈ ഒരു രീതിയിൽ എഴുതുക. അമൽ @123 എന്ന് എഴുതുക. അതായത് A ക്യാപിറ്റൽ, ബാക്കിയുള്ളത് സ്മോൾ, അതുപോലെ തന്നെ @സ്പെഷ്യൽ ക്യാരക്ടർ, ഇത് നമ്പേഴ്സ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കറക്റ്റായിട്ട് ആ ഒരു പാസ്വേഡ് രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പിന്നീട് ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് സെക്ഷൻ കാണാം. അത് മനസ്സിലാകുന്നില്ലെങ്കിൽ റിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അത് ചേഞ്ച് ചെയ്ത് മനസ്സിലാവുന്നത് എപ്പോഴാണ് അത് കറക്റ്റായിട്ട് നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിൽ സെൻഡ് OTP എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് OTP നിങ്ങളുടെ ഫോണിലേക്ക് വരും. അപ്പോൾ ആ ഒരു ഫോൺ നിങ്ങൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് OTP വരും. അത് കറക്റ്റായിട്ട് നൽകിയ ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അതോടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഈ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളും ഓൾറെഡി ഇപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിന്നീട് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ഈ ഒരു പേജിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അല്ലെങ്കിൽ മറ്റേ നേരത്തെയുള്ള ആ ഒരു പേജിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്കാണ് പ്രവേശിക്കുക. ഇവിടെ നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പർ, പാസ്വേഡ് എന്നിവ നൽകുക. ഇവിടെ കാണുന്ന ഇംഗ്ലീഷ് സെക്ഷൻ ഉണ്ട്, അതുകൂടി നൽകി ഇവിടെയുള്ള ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും ലിങ്ക്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ നൽകുക. അതിൽ പറയുന്ന എല്ലാവിധ ഡീറ്റെയിൽസും നൽകി സേവ് ചെയ്യുക. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി ആപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന മുൻപ് നൽകിയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ മുകളിലായിട്ട് ഇതുപോലെ 3 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തതുകൊണ്ട് തന്നെ പിന്നീടുള്ള സ്റ്റെപ്പുകളാണ് കാണാൻ സാധിക്കുക. അതിൽ നിന്നും ഓപ്ഷൻ രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഏകദേശം 5ാമത്തെ സ്റ്റെപ്പാണെന്നാണ് തോന്നുന്നത്. അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട സ്കൂളും കോഴ്സുകളും ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ നൽകുന്ന എല്ലാ ഓപ്ഷൻസും കറക്റ്റായിട്ട്
നിങ്ങൾ ഓപ്ഷൻസ് നൽകി കഴിഞ്ഞാൽ പിന്നീട് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ്, ബോണസ് പോയിന്റോ, ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റുകളോ മറ്റെന്തെങ്കിലും റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളോ ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അത് ഒക്കെ അതുപോലെ തന്നെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകിയ ശേഷം സേവ് ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രിവ്യൂ പേജ് കാണാൻ പറ്റും, പച്ച പേജിൽ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ നൽകിയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് തെറ്റുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്താനായിട്ട് സൈഡിലായിട്ട് ഒരു പെൻസിൽ ഐക്കൺ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്ത് ആ ഒരു വിവരങ്ങൾ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഇതൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ഡ്രോപ്പ് ഡൗൺ ബോക്സിലായിരിക്കും അതുണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കാസ്റ്റ്, റിലീജൻ ഇതൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനൊക്കെ നൽകി കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ പേജിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ടാവും, ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടി നിങ്ങളുടെ ഡീറ്റെയിൽസ് വായിച്ചെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ ഒരു തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എഡിറ്റ് ചെയ്യാനുള്ള പെൻസിലൈക്കൺ ഉപയോഗിച്ച് അതായത് ഡിലീറ്റ് അല്ല, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് നേരത്തെയുള്ള ആ ഒരു പേജിൽ പോയി ആ ഒരു വിവരം എഡിറ്റ് ചെയ്ത ശേഷം വീണ്ടും സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കൺഫർമേഷൻ പേജിലേക്ക് പോവുകയും പിന്നീട് ഡിക്ലറേഷൻ ബട്ടൺ വീണ്ടും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യും. അതിനുശേഷം ഫൈനൽ കൺഫർമേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ്, ഡൗൺലോഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഡൗൺലോഡ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ എടുക്കേണ്ടതാണ്. കാരണം പിന്നീട് വീണ്ടും വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് വാക്കൻസി സീറ്റ് അഡ്മിഷൻ വരുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജല്ല സ്കൂളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്കകം നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുക. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.